മുംതാസ്, ഈ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശത്ത് വാർഡിൽ മുംതാസിനെ സ്ഥാനാർത്ഥിയാക്കിയ ബി.ജെ.പിയുടെ ധീരത, ബി.ജെ.പിയുടെ നീക്കം ഇപ്പോൾ എങ്ങനെ ഓർക്കുന്നു? ശരിയായ രീതിയിൽ പറഞ്ഞാൽ അതൊരു വെല്ലുവിളി എന്നുള്ളതാണ് ഞാൻ പറയുക. കാരണം സംഘടനയുടെ മുന്നിലേക്ക് വെച്ച ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു എൻ്റെ സ്ഥാനാർത്ഥിത്വം. കാരണം ജനങ്ങളുടെ മുന്നിലേക്ക് മതത്തിന് അപ്പുറം എന്താണ് ഒരു വ്യക്തിയിലൂടെ, ഒരു സംഘടനയിലൂടെ ആ നാട്ടിൽ ഓരോ വ്യക്തിക്കും ലഭ്യമാവുക, അല്ലെങ്കിൽ അവർ അർഹിക്കുന്ന അവകാശങ്ങൾ നേടിയെടുക്കാൻ ഒരു പ്രതിനിധിയെ ആണ് അവർ മുന്നോട്ട് വെച്ചത്. എൻ്റെ സംഘടന എന്ന് പറയുമ്പോൾ അവർ മുന്നോട്ട് വെച്ചിരുന്ന ഒരേ ഒരു തത്വം, വികസനം ഏത് രീതിയിൽ കൊണ്ടുവരാൻ സാധിക്കും, അതിനൊരു പ്രതിനിധി ആ ഒരു വ്യക്തിയെ മുന്നോട്ട് വെക്കുക മാത്രമാണ് അവർ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ദേശീയ മുസ്ലിം എന്നുള്ളത് ഒരു വാക്ക് തന്നെയാണ്, പ്രശസ്തി അർഹിക്കുന്ന ഒരു വാക്ക് തന്നെയാണ്. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ എൻ്റെ സംഘടന മുന്നോട്ട് വെക്കുന്നത് പൗരൻ എന്നുള്ളതാണ്. ഒരു നാടിൻ്റെ പൗരൻ, ജാതിമത ഭേദമന്യേ ഒരു പൗരൻ എന്നുള്ളതാണ് മുന്നോട്ട് വെക്കുന്നത്. ദേശീയ മുസ്ലിം എന്നുള്ളതിനേക്കാൾ ഉപരി ഞാൻ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. ആ വാക്കുകളിലെല്ലാം ഉണ്ട്. കഴിഞ്ഞ 8 വർഷം കൊണ്ട് ബി.ജെ.പിയുടെ സഹയാത്രികയായി എന്താണ് ബി.ജെ.പി എന്ന് പഠിച്ച് അത് മറ്റുള്ളവരോട് പറഞ്ഞ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച് തലയെടുപ്പോടെ നിൽക്കുന്നു മുംതാസ് താഹ.